അത് മുആവിയയെ ചീത്ത പറയുന്നവർ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇന്നുണ്ട് എന്നത്. മുസ്ലിങ്ങളുടെ ഇടയിൽ ഷിയാക്കളെ കുറിച്ചല്ല പറയുന്നത്, റാഫിദുകളെ കുറിച്ചല്ല പറയുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയുകയാണ്, സഹാബാക്കളെ ചീത്ത പറയുന്നവര് യഥാർത്ഥത്തിൽ അവർ റാഫിദുകളെന്ന് പറയുന്നില്ലെങ്കിലും അവരാണ് റാഫിദികൾ. സഹാബാക്കളെ ചീത്ത പറയുന്നവര് റാഫിദീങ്ങളാണ്. അവർ സ്വയം ഞങ്ങൾ റാഫിദീങ്ങളല്ല ഷിയാക്കളല്ല എന്ന് പറഞ്ഞാലും ശരി. അതുകൊണ്ട് ആരും സഹാബാക്കളെ ചീത്ത പറയുന്നവരെ അനുകൂലിക്കാനോ അവരുടെ പുസ്തകം വായിക്കാനോ അവരെ പാടിപ്പേറി നടക്കാനോ അവരെ പുകഴ്ത്താനോ അവരെ വാഴ്ത്താനോ അവരുടെ തത്വം പ്രചരിപ്പിക്കാനോ നിൽക്കരുത്. എന്തുകൊണ്ട്? സഹാബാക്കളെ ചീത്ത പറയുന്നവരെ കുറിച്ച് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയുന്നു, മുസ്ലിം ഭരണകൂടത്തിന്റെ കീഴിലാണ് അങ്ങനെയുള്ളവർ ജീവിക്കുന്നതെങ്കിൽ അവർക്ക് ശിക്ഷാ നടപടികൾ കൈക്കൊള്ളേണ്ടതും അറസ്റ്റ് ചെയ്യേണ്ടതും തൗബ ചെയ്യാൻ ആവശ്യപ്പെടേണ്ടതും ആണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മാഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദ എന്ന ആയത്തിന്റെ അവസാനത്തിൽ ലിയഗീള ബിഹിമുൽ കുഫാർ, കുഫാറിന് ദേഷ്യമുണ്ടാകും, സത്യനിഷേധികൾക്ക് ദേഷ്യമുണ്ടാവാൻ വേണ്ടി എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ മഹാനായ ഇമാം ഇബ്നു കസീർ പറയുകയാണ്, കാഫിരീങ്ങളുടെ ഹൃദയത്തിൽ കാഫിരീങ്ങളുടെ ഹൃദയത്തിലാണ് വെറുപ്പുണ്ടാവൽ. ആരോട്? സഹാബാക്കളോട്. അപ്പോൾ സഹാബാക്കളോട് വെറുപ്പുണ്ടാകുന്നത് കാഫിരീങ്ങളുടെ ഹൃദയത്തിലാണ് എന്നതുകൊണ്ട് തന്നെ സഹാബാക്കളോട് വെറുപ്പ് കാട്ടുന്ന വിഭാഗമാകുന്ന ഷിയാക്കൾ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന റാഫിദീങ്ങളുണ്ടല്ലോ, ആ റാഫിദീങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്ന മഹാപാപമാണ് എന്നത് മനസ്സിലാക്കാൻ ദൂരം പോകേണ്ടതില്ല. അതിൽപ്പെട്ടതാണ് മുആവിയയെ ചീത്ത പറയൽ. ഗവേഷണ വിധേയമായ വിഷയത്തിൽ സഹാബാക്കളുടെ ഇടയിൽ പല കാര്യങ്ങളിൽ ഒരാൾക്കൊരഭിപ്രായം മറ്റൊരാൾക്ക് അഭിപ്രായം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരെ മൊത്തത്തിൽ അള്ളാഹു സ്വർഗവാസികളാണെന്ന് പറഞ്ഞിരിക്കവേ പിന്നെ തീ കൊള്ളികൊണ്ട് തലചൊറിയൽ വേണ്ടെന്നാണ് പറഞ്ഞത്. തീ കൊള്ളികൊണ്ട് തലചൊറിയുന്ന പരിപാടി വേണ്ട, സഹാബാക്കളെ തൊട്ട് കളിക്കുന്ന സമ്പ്രദായം വേണ്ട, അവരെ ചീത്ത പറയുന്ന തരം താഴ്ത്തൽ കൊണ്ട് നാമാണ് നഷ്ടപ്പെടുക, നാമാണ് അപകടത്തിൽപ്പെടുക, നമ്മുടെ ഈമാനാണ് കോട്ടം തട്ടുക എന്നത് ഇത്തരണത്തിൽ മനസ്സിലാക്കിയിരിക്കൽ അനിവാര്യമാണ്.